നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്സിന് വ്യൂസ് കിട്ടുന്നില്ല, അതിന് 500 അല്ലെങ്കിൽ 600 വ്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്സിന് ഒട്ടുമേ വ്യൂസ് കിട്ടുന്നില്ല? ഇതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകളാണ്. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണം യൂട്യൂബ് നിങ്ങളുടെ ഷോർട്സിനെ യൂട്യൂബിന്റെ ഷോർട്സ് ഫീഡിലേക്ക് അയക്കുന്നതേ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്സിന് വ്യൂസ് കിട്ടാറ്. ഷോർട്ട് ഫീഡ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ഷോട്ടിന് ശേഷം അടുത്ത ഷോട്ട്, പിന്നെ അടുത്ത ഷോട്ട്, ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ ഷോർട്ട് ഫീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടേണ്ട മാക്സിമം വ്യൂസ് എന്ന് പറയുന്നത് ഈ ഷോർട്ട് ഫീഡിൽ നിന്നാണ് നമുക്ക് വരേണ്ടത്. അതായത് 99.9% വ്യൂസ് നമുക്ക് ഷോർട്ട് ഫീഡിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ നമ്മുടെ ഈ ഷോർട്ട് ഫീഡിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന് ആ വ്യൂസ് കിട്ടാനാ? അതേപോലെ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ അത് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ആണോ അതോ വൈറലാവാൻ പറ്റിയ വീഡിയോ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ഫീഡിൽ എത്തിയേ പറ്റത്തുള്ളൂ, എങ്കിലേ ആളുകൾ അത് കാണത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് 0 വ്യൂസ് അല്ലെങ്കിൽ 200 വ്യൂസുമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കത്തേ ഉള്ളൂ. ഒരു പ്രാവശ്യം യൂട്യൂബിന്റെ ഷോർട്ട് ഫീൽഡിൽ നമ്മുടെ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ അത് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടും. പിന്നീട് അത് യൂട്യൂബിന്റെ ഷോർട്ട് ഫീൽഡിൽ കിടന്ന് കളിച്ചുകൊണ്ടേയിരിക്കും, ആ വീഡിയോ വൈറലാവുകയും ചെയ്യും. അതായത് നല്ല ക്യാച്ചി ടൈറ്റിലും പ്രോപ്പർ ഡിസ്ക്രിപ്ഷനും അതേപോലെ അട്രാക്റ്റീവായ തംബ്നെയിലും ഒക്കെ കൊടുത്ത് നമ്മളൊരു ക്വാളിറ്റി വീഡിയോ നമ്മുടെ യൂട്യൂബിന്റെ ഷോർട്ട് ഫീഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ സ്വൈപ്പ് അവേ റേറ്റ് വളരെ കുറവായിരിക്കും. അതിന് നല്ല ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുകയും ആ വീഡിയോ വൈറലാവുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളുടെ വൈറൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഷോർട്ട് വീഡിയോയെ നമ്മൾ യൂട്യൂബിന്റെ ഷോർട്ട് ഫീൽഡ് വരെ കൊണ്ട് എത്തിക്കുകയും വേണം. ഷോർട്ട് ഫീൽഡിലേക്കുള്ള ആ ഷോർട്ടിന്റെ വഴി നമ്മളായിട്ട് തന്നെ മുടക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകളാണ് ഇതിന്റെ ഷോർട്ട് ഫീൽഡിലേക്കുള്ള വഴി മുടക്കുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന 5 തെറ്റുകൾ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഈ 5 തെറ്റുകൾ ചെയ്ത് നിങ്ങൾ ഇന്ന് തന്നെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് ഉറപ്പായിട്ട് യൂട്യൂബിന്റെ ഷോർട്ട് ഫീൽഡിൽ എത്തുകയും ചെയ്യും. അതിന് കിട്ടുന്ന വ്യൂസ് അതിന് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അതേപോലെ അത് വൈറലാകേണ്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് വൈറലാവുകയും ചെയ്യും. അപ്പോൾ ഈ 5 തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് യൂട്യൂബിന്റെ ഷോർട്ട് ഫീഡിൽ എത്താതിരിക്കാനുള്ള 5 കാരണങ്ങളിൽ, അതായത് നമ്മൾ ചെയ്യുന്ന 5 തെറ്റുകളിൽ ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് ഒരിക്കലും നമ്മുടെ ചാനലിൽ തന്നെ വാച്ച് ചെയ്യാതിരിക്കുക, നമ്മുടെ ചാനലിൽ ഒരിക്കലും അതിനെ പ്ലേ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അതിനെ സ്പാമായിട്ട് കണക്കാക്കും. പിന്നീട് ഒരിക്കലും യൂട്യൂബ് അതിനെ നമ്മുടെ ഷോർട്ട് ഫീഡിലേക്ക് അയക്കത്തേയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതേപോലെ നമ്മൾ വിചാരിക്കും നമ്മുടെ മൊബൈലിൽ മറ്റൊരു ചാനലിലൂടെ അതിനെ കണ്ടു നോക്കാമെന്ന്. അതും ചെയ്യരുത്. നമ്മുടെ മൊബൈലിൻ്റെ IP അഡ്രസ്സ് വെച്ച് യൂട്യൂബിനെ അതിനെ മനസ്സിലാക്കും, അപ്പോഴും അതിനെ സ്പാമിലേക്ക് തന്നെ അയക്കും. അതേപോലെ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ വിചാരിക്കും മറ്റൊരു മൊബൈലിൽ മറ്റൊരു ചാനലിലൂടെ അതിനെ വാച്ച് ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യാം, പക്ഷേ അത് നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സെയിം വൈഫൈ യൂസ് ചെയ്ത് അതിനെ ചെയ്യരുത്. അപ്പോഴും IP അഡ്രസ്സ് മനസ്സിലാക്കി യൂട്യൂബ് അതിനെ സ്പാമിലേക്ക് തന്നെ അയക്കും. പിന്നീട് ഒരിക്കലും അത് യൂട്യൂബിന്റെ ഷോർട്ട് ഫീഡിലേക്ക് പോകത്തുമില്ല. നമുക്ക് കിട്ടാനുള്ള വ്യൂസ് ഒരിക്കലും കിട്ടാനും പോകുന്നത് അത് 0 വ്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഷോർട്ട് വീഡിയോ അവിടെ കിടക്കും. നല്ല ക്വാളിറ്റി ഉള്ള ഷോർട്ട് വീഡിയോ ആയിരിക്കും, എങ്കിലും അത് 0 വ്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ കിടക്കും. ഇത് പലരും അറിയാതെ ചെയ്തു പോകുന്നതാണ്, ക്യൂരിയോസിറ്റി കൊണ്ട് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോ യൂട്യൂബിൽ എങ്ങനെ ഓടുന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുന്നതാണ്. പക്ഷേ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മുടെ ചാനലിൽ ആ ഷോർട്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാതിരിക്കുക. അതേപോലെ നമ്മുടെ ചാനലിൽ മാത്രമല്ല നമ്മുടെ മൊബൈലിലുള്ള മറ്റ് ചാനലുകളിലൂടെയും അതുപോലെ വീട്ടിനുള്ളിൽ സെയിം വൈഫൈയിലൂടെയും നമ്മൾ അതിനെ ഒരിക്കലും പ്ലേ ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും പല കാരണങ്ങൾ കൊണ്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് റീ അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബ് ആ വീഡിയോയെ സ്പാമിൽ കൊണ്ടിടും. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനുണ്ടാവും, അത് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അതിന് ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. അതല്ലെങ്കിൽ രാവിലെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് 10,000 വ്യൂസിൽ ചെന്നങ്ങ് നിന്നുപോയി. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഒരു കാര്യം ചെയ്യാം, അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് വൈകിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടിയാലോ. അപ്പോൾ നമ്മൾ അതിനെ വൈകിട്ട് അപ്ലോഡ് ചെയ്യും ഡിലീറ്റ് ചെയ്തിട്ട്. കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 1000 വ്യൂസ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലും അത് എത്രയും പെട്ടെന്ന് നിർത്തുക. കാരണം വീണ്ടും നമ്മൾ ഒരു വീഡിയോയെ ഡിലീറ്റ് ചെയ്ത് റീ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ആ വീഡിയോയെ സ്പാമിൽ കൊണ്ടിടും. അത് പല വീഡിയോസിൽ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ചാനലിനെ തന്നെ സ്പാമിൽ കൊണ്ടിടും. പിന്നെ ഒരിക്കലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് അതിന്റെ ഷോർട്ട് ഫീഡിലേക്ക് എത്തത്തേയില്ല. അപ്പോൾ നമ്മളൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ഉറപ്പ് വരുത്തുക അത് കംപ്ലീറ്റഡ് ആണ്, അത് ഫൈനലാണ്, ഇനി യാതൊരു ചേഞ്ചസും ഇതിൽ ചെയ്യാനില്ല. ഇത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മളത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക. അല്ലാതെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അയ്യോ ആ ചേഞ്ച് ചെയ്യാമായിരുന്നു, അല്ല കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നാലോചിച്ച് അതിനെ വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്യുന്ന സ്വഭാവം നിർത്തുക. ഇനി നമുക്ക് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിലിൽ നമ്മൾ സ്വയം ചെയ്യുന്ന സ്പാമിംഗ്, അതാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഷോർട്ട് വീഡിയോ
വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിലിനോടൊപ്പം നമ്മൾ 5-6 ഹാഷ്ടാഗ് അങ്ങ് കൊടുക്കും. ഹാഷ്ടാഗ് ഷോർട്സ്, ഹാഷ്ടാഗ് വൈറ്റി ഷോർട്സ്, ഹാഷ്ടാഗ് യൂട്യൂബ് ഷോർട്സ്, അതേപോലെ ആ ഷോർട്ടിൻ്റെ കണ്ടന്റിന് അനുസരിച്ച് ഒരു ഹാഷ്ടാഗ്, ഇങ്ങനെ 5-6 ഹാഷ്ടാഗ് നമ്മൾ ആ ടൈറ്റിലിനോടൊപ്പം അങ്ങ് കൊടുക്കും. അപ്പോൾ ഇത്രയധികം ഹാഷ്ടാഗ്സ് നമ്മൾ ടൈറ്റിലിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് മനസ്സിലാക്കുന്നത് നമ്മൾ അതിൻ്റെ ടൈറ്റിലിനോടൊപ്പം സ്പാമിങ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോയും അത് സ്പാമിൽ കൊണ്ടുവന്നിടും. നമുക്ക് ടൈറ്റിലിൽ ഹാഷ്ടാഗ് കൊടുക്കണം, പക്ഷേ ഒരേ ഒരു ഹാഷ്ടാഗ്, അതാണ് ഹാഷ്ടാഗ് ഷോർട്സ്. യൂട്യൂബ് സ്വയം പറയുന്നുണ്ട് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിലിനോടൊപ്പം ഹാഷ്ടാഗ് ഷോർട്സ് എന്ന് കൊടുക്കണമെന്ന്. എങ്കിൽ മാത്രമേ യൂട്യൂബ് അതിനെ ഷോർട്ട് വീഡിയോ ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പല വീഡിയോസും കണ്ടിട്ടുണ്ട്, വൈറൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതിൽ ഹാഷ്ടാഗ് ഷോർട്സ് എന്നല്ല ഒറ്റ ഹാഷ്ടാഗ് പോലും കൊടുത്തിട്ടില്ലെന്ന്, പക്ഷേ അത് വൈറലായിട്ടുണ്ട്. ഉണ്ടാവാം, അത് വളർന്ന് അതൊരു ലെവലിൽ എത്തിയ ചാനൽസ് ആണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം, അവർക്ക് അതുപോലെ അവരുടെ ഷോർട്ട് വീഡിയോ വൈറലാക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങളൊരു ന്യൂ യൂട്യൂബറാണ്, നിങ്ങൾ യൂട്യൂബിന്റെ മുന്നിൽ കുട്ടികളാണ്. അച്ഛനമ്മമാർ പറയാറില്ലേ, ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പക്ഷേ നീ ഞങ്ങൾ പറയുന്നത് കേൾക്ക്. അതേപോലെ യൂട്യൂബ് നിങ്ങളോട് പറയുന്നുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിലിനോടൊപ്പം ഹാഷ്ടാഗ് ഷോർട്സ് എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മളത് കൊടുക്കണം, നമ്മളത് അനുസരിക്കണം. പക്ഷേ ആ ഒരൊറ്റ ഹാഷ്ടാഗ് നമ്മൾ ടൈറ്റിലിനോടൊപ്പം കൊടുക്കാൻ പാടുള്ളൂ, അതായത് ഹാഷ്ടാഗ് ഷോർട്സ്. അതിൽ കൂടുതൽ എത്രമാത്രം കൊടുക്കണോ അത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. എത്ര മാത്രമൊന്നും പറ്റത്തില്ല, മാക്സിമം 15 ഹാഷ്ടാഗ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് സ്പാമിലേക്ക് പോകും. ഇനി 4ാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. 4ാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മെത്തഡേറ്റ വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് 4ാമത്തെ മിസ്റ്റേക്ക്. അതായത് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അതുപോലെ നമ്മൾ അതിൻ്റെ തംബ്നെയിലിനെ മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ കാറ്റഗറി റിപ്പീറ്റഡ്ലി ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താലും യൂട്യൂബ് നമ്മുടെ ആ ഷോർട്ട് വീഡിയോയെ സ്പാമായിട്ട് കൺസിഡർ ചെയ്യും, പിന്നീട് ഒരിക്കലും അതിനെ ഷോർട്ട് ഫീഡിലേക്ക് അയക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എത്രയും പെട്ടെന്ന് നിങ്ങൾ നിർത്തുക. ഇനി നമുക്ക് 5ാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ യൂട്യൂബിൽ ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല, അത് കുറേ നാളായിട്ട് വെറുതെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് എത്തരത്തിലുള്ള വീഡിയോസാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ആ പഴയ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്യാതെ ഇത്രയും നാൾ വെറുതെ കിടന്ന ആ ചാനൽ ഒരു ഡെഡ് ചാനലായിട്ട് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനൊന്നും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തില്ല. നമ്മൾ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫീഡിലേക്ക് അയക്കത്തേ ഇല്ല, അത് 0 വ്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുതിയ ഒരു ചാനൽ തുടങ്ങി വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പുതിയ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുക, അല്ലാതെ പഴയ കിടക്കുന്ന ചാനലിൽ ഒരിക്കലും വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 5 തെറ്റുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ തെറ്റുകൾ ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കാത്തിരുന്ന് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിനെ യൂട്യൂബ് ഷോർട്ട് ഫീഡിലേക്ക് അയക്കുകയും ചെയ്യും, നിങ്ങൾക്ക് കിട്ടേണ്ട വ്യൂസ് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.